10th സ്റ്റാൻഡേർഡ് മാത്സ് ന്യൂ ടെക്സ്റ്റ് ബുക്ക്. ഇപ്പോൾ 2025 ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. അതിൻ്റെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആൻസറുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക്, പാർട്ട് 1 ചാപ്റ്റേഴ്സിൻ്റെ പേരൊക്കെ വെച്ചിട്ട് ഞാനൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കവർ പേജ് തന്നെ നല്ല മനോഹരമായിട്ടാണ്, സിമ്പിളാണ്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് ഡിസൈൻ ചെയ്തവരെ ഞാനൊരു അഭിനന്ദനം അറിയിക്കുന്നു. ഇപ്പം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററായ സമാന്തര ശ്രേണി അരിത്മെറ്റിക് സീക്വൻസിലേക്ക് പോകാം. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് തുടങ്ങുമ്പം തന്നെ അതിൽ കുറച്ച് പാറ്റേൺസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത് 1, 2, 3 എക്സെട്ര ആണ്. അതൊരു പാറ്റേൺ ആണ്. അതായത് നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. 1 കൂട്ടിയാലാണ് എന്ത് കിട്ടുക, 2 കിട്ടുക. 2നോട് 1 ആഡ് ചെയ്താൽ അങ്ങനെ 3 അങ്ങനെ പോകും. ഈവൺ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇരട്ടസംഖ്യകൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ അറിയാം, 2, 4, 6, 8 അങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 2 ആഡ് ചെയ്ത് പോകുന്നതാണ്. ഇതിനെ നമുക്ക് മൾട്ടിപ്പിൾ ഓഫ് 2 എന്നും പറയാൻ പറ്റും. ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1, 3, 5, 7 അങ്ങനെ പോകുന്ന ഒരു പാറ്റേൺ ആണ്. 1 തുടങ്ങിയിട്ട് 2 ആഡ് ചെയ്ത് പോകുന്നത്. ഇനി ഹാഫ്സ് ഓഫ് നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ 1 ആണ്. 1ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 1/2 ആണ്. ഇതെവിടെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് 1ൻ്റെ പകുതി 1/2 ആണ്. 2ൻ്റെ പകുതി 1 ആണ്. 3ൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 1.5 ആണ്. അങ്ങനെ പോകും. ഇനി സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വർഗ്ഗങ്ങൾ പറയുന്നത് 1ൻ്റെ സ്ക്വയർ 1 തന്നെ, 2ൻ്റെ സ്ക്വയർ 4 ആവും. 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 × 2. പിന്നെ 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 ആണ്. 3 × 3. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള പാറ്റേൺസൊക്കെ ഒരുപാട് എഴുതാൻ വേണ്ടി പറ്റും. നമുക്ക് പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന കുറേ പാറ്റേൺസുകളുണ്ട്. 10ൻ്റെ മൾട്ടിപ്പിൾ 10, 20, 30, 40 എക്സെട്ര എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതേപോലെ എല്ലാ ടാബിളും നമുക്ക് ടാബിളിലുള്ള ആൻസർ എന്ന് പറയുമ്പോൾ 3, 6, 9 എക്സെട്ര, 4, 8, 12 എക്സെട്ര, 5, 10, 15, 20 അങ്ങനെ പോകുന്നതൊക്കെ എന്താണ്, പാറ്റേൺസ് ആണ്. അപ്പോൾ ഇവിടെ ചിത്രങ്ങളുടെ ഒരു പാറ്റേണും കൂടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ചിത്രത്തിൽ ഒരു ട്രയാങ്കിൾ മാത്രമേ ഉള്ളൂ. രണ്ടാമത്തേൽ 2 ട്രയാങ്കിൾ, മൂന്നാമത്തേൽ 3 ട്രയാങ്കിൾ. അപ്പോൾ ഇവിടെ നമുക്ക് പിക്ചറിൽ നമുക്ക് പറയുന്നത് ട്രയാങ്കിളിൻ്റെ എണ്ണം കൂടി വരുന്നുണ്ട് അല്ലേ. ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3. അതൊരു പാറ്റേൺ ആണ്. അതായത് ട്രയാങ്കിളിൻ്റെ എണ്ണം ഒരു പാറ്റേൺ ആണ്. അതുപോലെ തന്നെ നമുക്കിവിടെ പറയാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ഏതെന്ന് വെച്ചാൽ, ഇവിടെ 1 വരുമ്പോൾ ഈ ചെരിഞ്ഞ വര, അതായത് ഹൈപ്പട്ന്യൂസ്, കർണം എന്ന് പറയുന്നത് √2 ആണ് വരിക. ഇത് നിങ്ങൾ ഇവിടെ 9th സ്റ്റാൻഡേർഡ് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുന്ന ഈ ചിത്രത്തിലാണെങ്കിൽ, രണ്ടാമത്തെ ചിത്രത്തിലാണെങ്കിൽ 1, 1 √2 വരും. ഇവിടെ √2 വരും. ഇവിടെ ആണെങ്കിൽ √3 ആണ് വരിക. അപ്പം അങ്ങനെ √4, അതായത് ഈ ചെരിഞ്ഞ വര എന്ന് പറയുന്നത് ഹൈപ്പട്ന്യൂസ്. ഈ നമ്മുടെ ആദ്യത്തെ ചിത്രത്തിൽ ഇതാണ് ചെരിഞ്ഞ വര എന്നത്, ഹൈപ്പട്ന്യൂസ് എന്ന് പറയുന്നത്. അത് √2 ആയിരിക്കും. ഇവിടെ √3 ആയിരിക്കും. ഇവിടെ √4 വേണമെങ്കിൽ 2 എഴുതാം, അത് പാറ്റേണിൻ്റെ ക്രമത്തിൽ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതിൻ്റെ അടുത്തതിൽ നോക്കിയാൽ നമുക്ക് 4 ട്രയാങ്കിൾ വരുന്നുണ്ട്. 1, 1 √2, √3, √4, √5 അങ്ങനെ പറഞ്ഞിട്ട് പോകും. അപ്പോൾ അതൊക്കെ ഒരു പാറ്റേണിൽ വരുന്നതാണ്. പിന്നെ ട്രയാങ്കിളിൻ്റെ ഇവിടെ പറയുന്നത് ഇന്നർ ആംഗിൾ എന്ന് പറയുമ്പം നമുക്ക് ഉള്ളിലുള്ള ആംഗിൾ, അത് നമുക്ക് 8ാം ക്ലാസ് പഠിക്കുന്നുണ്ട്. അതിൻ്റെ സൂത്രവാക്യം n-2 × 180 ഡിഗ്രിയാണ് ട്രയാങ്കിളിൻ്റെ എണ്ണം. ഇപ്പം നമുക്ക് ആദ്യം ഒരു ത്രികോണം എടുത്തു കഴിഞ്ഞാൽ അത് 180 തന്നെയാണ് സമ വരിക. ഒരു ചതുരം അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ എങ്ങനെയായാലും റെക്റ്റാങ്കിളോ അല്ലെങ്കിൽ ചതുർഭുജം എന്ന് പറയുന്ന ക്വാഡ്രിലേറ്റർ, ഏത് 4 സൈഡിൽ രൂപം എടുത്താലും നമുക്കതിനെ 2 ട്രയാങ്കിളാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അത് 2 ട്രയാങ്കിളിൻ്റെ സമ വരും, 360 വരും. ഇനി ഒരു 5 വശങ്ങളുള്ള രൂപം എടുത്തതിനെ നമുക്ക് 3 ട്രയാങ്കിളാക്കി മാറ്റാൻ പറ്റും. അങ്ങനെ നമുക്ക് 3 × 180 എന്ന് പറയുന്നത് 540 എന്ന് വരും. അല്ലെങ്കിൽ നമ്മൾ n-2 × 180 ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 5 സൈഡുള്ളതിൻ്റെ 5 - 2 × 180, അതായത് 3 × 180 അങ്ങനെയുള്ള കാര്യം വരും. അപ്പോൾ ഇത് നമ്മുടെ പിക്ചറിൻ്റെ ഒരു പാറ്റേൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ നമ്മുടെ √2, √3, 2 എന്ന് എഴുതിയിരിക്കുന്നത് √4ന് ഒരു ആൻസർ ഉണ്ട്, അതുകൊണ്ടാണ് 2 എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇവിടെ √3, √2, √3, √4, √5 അങ്ങനെയാണ് വരിക. അപ്പോൾ √4ൻ്റെത് 2 ആണ് ആൻസർ, അതുകൊണ്ട് 2 കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കിയാൽ, ഫോർ എക്സാമ്പിൾ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ എൻഡിങ് ഇൻ 1. 1ൽ എൻഡ് ചെയ്യുന്നത് അല്ലേ, 1ൽ എൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 1ൽ അവസാനിക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് 1, 11 അല്ലേ. 1, 11, 21, 31, 1, 11, 21, 31, 41, 51, 61 അതൊരു പാറ്റേൺ ആയിട്ടാണ് വരിക. ഇനി ഈ പാറ്റേണിന് തന്നെ നമുക്ക് എന്ത് പറയാം, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്നത്, റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 10. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, 1 റിമൈൻഡർ വരുന്ന 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. അപ്പോൾ റിമൈൻഡർ ഏതാ വന്നത്, 1 ആണ്. ആ റിമൈൻഡർ 1 വെച്ചിട്ട്
ഏതിനെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? 10 കൊണ്ട്. അപ്പോൾ 10 ആഡ് ചെയ്ത് പോയാൽ മതി. ഫസ്റ്റ് 1 സ്റ്റാർട്ട് ചെയ്യുക, 10 ആഡ് ചെയ്ത് പോവാം. അപ്പോൾ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു, ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 5 എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ആദ്യം 1 എഴുതുക, എന്നിട്ട് 5 ആഡ് ചെയ്ത് പോവാം. പിന്നെ നമ്മളോട് പറഞ്ഞു റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3 എന്ന് പറഞ്ഞു. അപ്പോൾ 3നെ കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ബാലൻസ് വരുന്നത്. അപ്പോൾ 1 ആദ്യം തന്നെ എഴുതുക, പിന്നെ 3 ആഡ് ചെയ്തിട്ട് 1 + 3 4, 4 + 3 7 അങ്ങനെ പറഞ്ഞിട്ട് എഴുതാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വി ക്യാൻ മേക്ക് ട്രയാങ്കിൾസ് ബൈ സ്റ്റാക്കിംഗ് ഡോട്ട്. ഡോട്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിൻ്റെ ട്രയാങ്കിൾ ഉണ്ടാക്കണം. അപ്പോൾ ആദ്യത്തെ പിക്ചറിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, അത് 3 ഡോട്ട്സ് ആണുള്ളത്. അടുത്തതിൽ 6, അടുത്തതിൽ 10. അപ്പോൾ ഇതിൻ്റെ ഈ ഫിഗറിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ആദ്യം 1, ഇവിടെ എന്താ വന്നിട്ടുള്ളത്? 2 വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ 3 ട്രയാങ്കിൾ. പിന്നെ ഈ അടിഭാഗത്ത് മാത്രം കൂടി വരുന്നത്, ആദ്യത്തേത് നമ്മുടെ അവിടെ ഉള്ളത് ഈ മേലത്തെ ഭാഗം അവിടെ ഉണ്ട്, പിന്നെ ഈ താഴത്തെ ഭാഗം 3 ആണ്, 3 കൂടുതൽ. അപ്പോൾ 3 3 6 വരും. പിന്നെ ഇവിടെ 4 ആണ് കൂടി വരുന്നത്, അപ്പോൾ അത് 6 + 4 10 വരും. അപ്പോൾ അടുത്ത ട്രയാങ്കിൾ വരണ്ടെങ്കിൽ ഈ താഴത്തെ ഭാഗം എന്തായിരിക്കണം കൂടി വരേണ്ടത്? 5 ആയിരിക്കണം. അപ്പോൾ 10 + 5 15 വരും. അതിന് അടുത്ത ട്രയാങ്കിളിലോ നമ്മളിപ്പോൾ ഇവിടെ 4 കൂടി വന്നു, അടുത്തതിൽ 5 വന്നു, പിന്നെ അടുത്തതിൽ 6 വന്നു. അപ്പോൾ 15ഉം 6ഉം എന്ത് വരും? 21 വരും. അപ്പോൾ ഡോട്ട് ഈ താഴത്തെ ഭാഗത്തത് മാത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ ഈച്ച് ട്രയാങ്കിൾ, കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് ദ നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പാറ്റേൺ. അപ്പോൾ ഇവിടെ 2 ആണ്, അപ്പോൾ 1നോട് 2 ആഡ് ചെയ്തു. ഇവിടെ മേലെ നമുക്ക് 3 ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ താഴെ 3 ആഡ് ചെയ്തു, ഇനി 4 ആഡ് ചെയ്തു, പിന്നെ അടുത്തത് 5, പിന്നെ 6 7 അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. നമ്മുടെ ഫസ്റ്റിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം. ഫസ്റ്റ് ട്രയാങ്കിളിൽ ഡോട്ട് എന്ന് പറയുന്നത് 3 ഡോട്ട്സ് ആണ്. സെക്കൻഡ് ട്രയാങ്കിളിൽ 6 ഡോട്ട്സ് ഉണ്ട്. തേർഡ് ട്രയാങ്കിളിൽ 10 ഡോട്ട്സ്. അപ്പോൾ ഫിഗർ വരക്കണമെന്നൊന്നുമില്ല, നമ്മുടെ ആൻസർ എഴുതിയാൽ മതി. ഫോർത്ത് ട്രയാങ്കിളിൽ 15 ആണ്. അത് ആൻസർ എഴുതുമ്പോൾ ട്രയാങ്കിളിൽ നിന്ന് വെച്ചിട്ട് തന്നെ എഴുതണം. ഞാനത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ട വെച്ചിട്ടാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ സെയിം ട്രയാങ്കിളിൽ എഴുതണം. ഫോർത്ത് ട്രയാങ്കിളിൽ 15 ആണ് ഡോട്ട്സ്. ഫിഫ്ത്ത് ട്രയാങ്കിളിൽ 21 ആയിരിക്കും. സിക്സ്ത് ട്രയാങ്കിളിൽ 28 ആയിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ എണ്ണം കൂടി വരിക, ട്രയാങ്കിളിൻ്റെ എണ്ണം. ഇനിയിപ്പോൾ നമുക്ക് 7th ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ അതിനോട് എത്രയാണ് ആഡ് ചെയ്യേണ്ടി വരും? ഓരോരിക്കും ഇവിടെ നമ്മൾ 7 ആണ് ആഡ് ചെയ്തത്, അടുത്ത് നമ്മൾ 8 ആഡ് ചെയ്യേണ്ടി വരും. ഇവിടെ ഓരോ നോക്കിയാൽ മതി. 6 + 4 ആണ് 10 വന്നിട്ടുള്ളത്. 10നോട് 5 ആഡ് ചെയ്തു. അങ്ങനെ ഓരോ പ്രാവശ്യവും നമ്മളത് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫ്രം ദ സീക്വൻസ് ഈക്വലേറ്റർ ട്രയാങ്കിൾ, സ്ക്വയർ, റെഗുലർ പെൻറ്റഗൺ ആൻഡ് സോ ഓൺ ഓഫ് റെഗുലർ പോളിഗൺസ്. അതായത് നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ഈ എന്താ പറയുക, ട്രയാങ്കിൾ, ഈക്വൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പം സമഭുജ ത്രികോണം, സ്ക്വയർ എന്ന് പറയുമ്പം സമചതുരമാണ്, റെഗുലർ പെൻറ്റഗൺ എന്ന് പറയുമ്പം 5 സൈഡും തുല്യമായ രൂപം. അതിനെ എന്ത് പറയും? നമ്മൾ പഞ്ചഭുജം എന്ന് പറയും. അതിന് റെഗുലർ എന്നുള്ളതിൻ്റെ വേർഡ് സമപഞ്ചഭുജം എന്ന് പറയാം. 6 സൈഡുള്ളതിന് സമഷഡ്ഭുജം എന്ന് പറയും. അങ്ങനെ 7 സൈഡുള്ളത് സപ്തഭുജാണ്. അപ്പോൾ അത് എന്താ പറയുക, സപ്തഭുജത്തിന് 7 സൈഡ്, പിന്നെ അങ്ങനെ ഒക്ടഗൺ എന്ന് പറയും. അങ്ങനെ ഓരോരോ നമ്പർ നമുക്ക് അങ്ങനെ കൂടിയ സെപ്റ്റഗൺ, 7 സൈഡുള്ള സെപ്റ്റഗൺ ഇംഗ്ലീഷ് വേർഡ്. ആൻഡ് സോ ഓൺ ഓഫ് റെഗുലർ പോളിഗൺസ് ഫോം ദ ഫോളോയിങ് സീക്വൻസസ്. നമ്മൾ അവിടെ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഫിഗറിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ആൻസർ കംപ്ലീറ്റ് ചെയ്യണം. ഫസ്റ്റ് നമുക്കതിൻ്റെ സൈഡ്സിൻ്റെ പാറ്റേൺ തന്നിട്ടുണ്ട്. 3 4 5 6, അതായത് സമഭുജ ത്രികോണം. ഈക്വൽ ട്രയാങ്കിളിന് 3 സൈഡാണ്, സ്ക്വയറിന് 4 സൈഡാണ്, പെൻറ്റഗണിന് 5 സൈഡാണ്, ഹെക്സഗണിന് 6 സൈഡാണ്. അപ്പോൾ 7 അങ്ങനെ പറഞ്ഞിട്ട് പോകുന്നത്. ഇനി അടുത്തത് സം ഓഫ് ഇന്നർ ആംഗിൾസ്, സം ഓഫ് ഔട്ടർ ആംഗിൾസ്. സം ഓഫ് ഇന്നർ ആംഗിൾ എന്ന് പറയുമ്പോൾ ഉള്ളിലുള്ള കോണുകളുടെ തുകയാണ്. തുക എന്ന് പറയുമ്പോൾ പ്ലസ് ചെയ്തത്, എല്ലാം കൂടെ പ്ലസ് ചെയ്ത് എത്രയാണ് കിട്ടുക? അതായത് ട്രയാങ്കിൾ 3 സൈഡിലുള്ള രൂപമാണ്, അതിൻ്റെ 3 കോണും കൂടെ കൂട്ടിയാൽ എത്രയാണ് കിട്ടുക? 3 ആംഗിളും കൂടെ ആഡ് ചെയ്ത് എത്രയാണ് കിട്ടുക? സം ഓഫ് ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് പുറമേ ഉള്ളത് എന്ന് പറയുന്നത് എക്സ്റ്റീരിയർ ആംഗിൾ എന്നും പറയും. സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം കൂടെ കൂട്ടിയാൽ എത്രയാണ്? ഇന്നർ ആംഗിൾ, അതായത് ഒരു ഇന്നർ ആംഗിൾ എത്ര? നമ്മളിപ്പോൾ ആദ്യം ചെയ്തത് മൊത്തമുള്ള തുകകളാണ്, ഇതും തുകകളാണ്. ഇവിടെ 1 ഇൻറ്റീരിയർ ഇന്നർ ആംഗിൾ എന്ന് ചോദിക്കുന്നുണ്ട്, 1 ഔട്ടർ ആംഗിളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പാറ്റേണാണ് വേണ്ടത്. ഒരെണ്ണത്തിന് മാത്രമല്ല, 4 ഈ ഫിഗറില്ലേ, ഇത് നമ്മുടെ ഈക്വലേറ്റർ ട്രയാങ്കിളിൻ്റെയും കാണണം, സ്ക്വയറിൻ്റെയും കാണണം, അതുപോലെ റെഗുലർ പെൻറ്റഗണിൻ്റെയും കാണണം. ഇനി ഹെക്സഗണിൻ്റെയും നമുക്ക് വേണമെങ്കിൽ എഴുതാൻ പറ്റും. സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ആൻസർ എഴുതുമ്പോൾ നമുക്ക് ആദ്യം നമ്പർ ഓഫ് സൈഡ്സിൻ്റെ പാറ്റേൺ നമുക്ക് 3 4 5 6 7 എന്ന് പറഞ്ഞിട്ട് എഴുതാൻ വേണ്ടി പറ്റും. എക്സെട്ര കൊടുക്കണം. ഇനി അടുത്തത് എ ക്വസ്റ്റ്യൻ, സം ഓഫ് ഇന്നർ ആംഗിൾ ഓഫ് എ പോളിഗൺ ആണ്. അതിൻ്റെ പാറ്റേൺ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇന്നർ ആംഗിൾ ഓഫ് എ പോളിഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് ഇന്നർ ആംഗിൾ ഓഫ് എ പോളിഗൺ എന്ന് പറഞ്ഞാൽ n-2 × 180 ഡിഗ്രി ആണ്. ഈക്വലേറ്റർ ട്രയാങ്കിളിന് 3 സൈഡാണ് ഉള്ളത്. സോ സം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ആ എന്നിൻ്റെ അടുക്ക 3 ഇട്ട് കൊടുക്കണം. എത്രയാണ് സൈഡിൽ? അവിടെ 3 ഇട്ട് കൊടുക്കണം. 3 - 2 × 180 ഡിഗ്രിയാണ്.
3 - 2 എന്ന് പറയുമ്പോൾ 1 ആണ് വരിക. 1 × 180 എന്ന് വരും. ഇനി സ്ക്വയറിന് 4 സൈഡാണ്. അതിൻ്റെ സം എന്ന് പറയുന്നത് 4 - 2 × 180 ആണ്. എത്ര സൈഡ് ഉണ്ടോ അതിൻ്റെ അകത്ത് 2 - a. ഈ 2 എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. കാരണം നമ്മുടെ ഇന്നർ ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുമ്പോൾ n - 2 × 180 ഡിഗ്രി ആണ് വരിക. അപ്പോൾ സ്ക്വയർ 4 സൈഡ് ആയതുകൊണ്ട് 4 - 2 × 180 അത് 2 × 180 360 വരും. റെഗുലർ പെൻറ്റഗൺ ആകുമ്പോൾ 5 സൈഡാണ്. സോ 5 - 2 × 180 അത് 540 വരും. 3 × 180 ആണ്. അപ്പോൾ നമുക്ക് സീക്വൻസ് കിട്ടിയിട്ടുണ്ട്. ഓരോ ആൻസറും എടുത്ത് എഴുതാം. ആദ്യത്തേത് 3 സൈഡുള്ളത് കൊണ്ട് സമ്മാണ്, നമുക്ക് സമ്മിൻ്റെ പാറ്റേണാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും സമ്മിൻ്റെ ആൻസർ ഇവിടെ എഴുതി വെച്ചാൽ 180 ഉണ്ട്. പിന്നെ അടുത്തതിൻ്റെ ആൻസർ 360 ഉണ്ട്. പിന്നെ 540 ഉണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, 180 കൂടിയാണ് വരുന്നത്. 180 കൂട്ടി, ഇവിടെയും 180 കൂട്ടി, അപ്പോൾ ഇവിടെയും 180 കൂട്ടി, അപ്പോൾ ഇവിടെയും 180 കൂട്ടി, അടുത്ത നമ്പർ നമുക്ക് പറയാൻ പറ്റും. 720നോട് 180 ആഡ് ചെയ്താൽ എന്താണ് വരിക? 900 ആണ് വരിക. ഈ 720 എന്ന് പറയുന്നത് 6 സൈഡുള്ള ഫിഗറിൻ്റെതാണ്. 6 - 2 × 180 വരും. 720 ആണ് ആൻസർ വരിക. അടുത്തത് ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സം ഓഫ് ഔട്ടർ ആംഗിൾ ഓഫ് എ പോളിഗൺ ആണ്. നമ്മുടെ ഏത് ഫിഗർ എടുത്തു കഴിഞ്ഞാലും, അതായത് സമപഞ്ചഭുജം പോലെയുള്ളത്, എന്താ പറയുക, ഷഡ്ഭുജം, അതുപോലെ ഒക്ടഗണ്, ഹെക്സഗണ്, ഡെക്കാഗണ്, ഏതും നന്നഗണ്, ഏത് ഫിഗർ എടുത്തു കഴിഞ്ഞാലും 5 സൈഡ്, 6 സൈഡ്, 7 സൈഡ്, 8 സൈഡ്, 9 സൈഡ്, 10 സൈഡ്, 100 സൈഡ്, ഏത് ഫിഗർ എടുത്തു കഴിഞ്ഞാലും ഔട്ടർ ആംഗിൾ എങ്ങനെയുള്ളത്? സം ഓഫ് ഔട്ടർ ആംഗിൾ ഫിക്സ്ഡ് ആണ്. അത് 360 ഡിഗ്രിയാണ്. അതിനൊരു മാറ്റമില്ല. എല്ലാം കൂടെ ആഡ് ചെയ്താൽ 360 മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഏത് ഫിഗർ ആയിക്കഴിഞ്ഞാലും 3 സൈഡോ 4 സൈഡോ 5 സൈഡ് ആയാലും 6 സൈഡ് ആയാലും 10 സൈഡ് ആയാലും അതിൻ്റെ കോണുകളൊക്കെ ആംഗിൾസൊക്കെ ആഡ് ചെയ്താൽ അത് ഇൻറ്റീരിയർ അല്ല, എക്സ്റ്റീരിയർ ആണ്, പുറമേ ഉള്ളതാണ്, ഔട്ടർ ആംഗിൾ ആണ്. ഇൻറ്റീരിയറിൻ്റെ ഇക്വേഷനാണ് n - 2 × 180 പറഞ്ഞിട്ടുള്ളത്. ഇത് എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. ഔട്ടർ ആംഗിളിൻ്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രി ഫിക്സ്ഡ് ആണ്. അത് എല്ലാത്തിനും 360 വരിക. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പാറ്റേൺ 360 360 360 എക്സെട്ര എന്ന് വരും. അടുത്തത് 1 ഇന്നർ ആംഗിൾ. 1 ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? 1 ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ സമ്മ്, അതായത് ഈക്വൽ ട്രയാംഗിളിൻ്റെ സമ്മ് 180 ആണ്. അപ്പോൾ അതിൻ്റെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, അതായത് 3 സൈഡ് ഉണ്ടാകുമ്പോൾ 3 സൈഡും കൂടെ കൂട്ടിയാൽ 150 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 60 കിട്ടും. ഇനി 1 ഇന്നർ ആംഗിൾ ഓഫ് എ സ്ക്വയർ ആകുമ്പോൾ സ്ക്വയറിൻ്റെ മൊത്തം ആഡ് ചെയ്താൽ 360. 4 സൈഡ് ഉണ്ടല്ലോ, 4 കോണുകളുണ്ട് അല്ലേ, 4 ആംഗിൾസും ഉണ്ട്. 360 അതിനെന്ത് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 90 കിട്ടും. എല്ലാ ആംഗിളും 90 ആയിരിക്കും. നമുക്ക് തന്നെ അറിയാം, സമഭുജ ത്രികോണത്തിൻ്റെ ഒരു കോൺ എത്രയാണ്? 60 ആണ് അല്ലേ, 60 60 60. അതുപോലെ തന്നെ സ്ക്വയറിൻ്റെത്, റെക്റ്റാങ്കിളിൻ്റെതൊക്കെ എല്ലാ കോണുകളും എത്രയാണ് വരിക? 90 90 90 ആണ് വരിക. ഇനി 1 ഇന്നർ ആംഗിൾ ഓഫ് എ റെഗുലർ പെൻറ്റഗൺ. പെൻറ്റഗണിൻ്റെ എന്ന് പറയുന്നത് 360/5 ആണ്. 5 കൊണ്ട് ചെയ്താൽ 108 ആണ് ആൻസർ വരിക. അപ്പോൾ അതിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത് 60 90 108 എക്സെട്ര എന്ന് വരും. അടുത്തത് അതിൻ്റെ ഡി ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് 1 ഔട്ടർ ആംഗിൾ ഓഫ് ട്രയാങ്കിൾ. അത് ഈക്വൽ ട്രയാങ്കിളിൻ്റെ കാണ്ടിക്കൽ 360/3 ആണ്. കാരണം ഔട്ടർ ആംഗിൾ ഒരു മാറ്റമില്ല. 3 സൈഡിനും 4 സൈഡിനും 5 സൈഡിനും എല്ലാം എന്താണ്? ടോട്ടൽ 360 ആണ്. അപ്പോൾ 3 സൈഡ് ആകുമ്പോൾ 360/3 ചെയ്യുക, 120 കിട്ടും. അത് ഔട്ടർ ആംഗിൾ ഓഫ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 സൈഡാണ്. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 90 കിട്ടും. ഇനി 1 ഔട്ടർ ആംഗിൾ ഓഫ് എ റെഗുലർ പെൻറ്റഗൺ എന്ന് പറയുമ്പോൾ 360/5 ചെയ്യുക, 72 കിട്ടും. അപ്പോൾ അതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് എന്താണ്? പാറ്റേൺ എന്ന് പറയുമ്പോൾ സീക്വൻസ് 120 ഡിഗ്രി, 90 ഡിഗ്രി, 72 ഡിഗ്രി, 60 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് നമുക്കതിനെ അങ്ങോട്ട് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ ഞാൻ പെൻറ്റഗൺ വരെ ചെയ്തിട്ടുള്ളൂ. ഹെക്സഗണിൻ്റെയും കൂടെ ആൻസർ അവിടെ എഴുതിയിട്ടുണ്ട്. ഹെക്സഗണിൻ്റെ എന്ന് പറയുമ്പോൾ 360/6 ആണ് വരിക. 6 സൈഡാണ് ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ. ഷഡ്ഭുജം എന്ന് പറഞ്ഞാൽ 6 സൈഡുള്ള ഫിഗർ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആൻസർ 360/6 വരുമ്പം 60 ആണ് വരിക. 360നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 60 ആണ് വരിക. പാറ്റേൺ ഈ ഒരു സ്റ്റൈലിലാണ് വരിക. 120 90 72 60 ഡിഗ്രി കുറഞ്ഞു പോകുന്നത്. ഇതൊരു ഡിസെൻഡിങ് ഓർഡറിലാണ് വരിക. പക്ഷെ അത് പ്രത്യേകിച്ചിട്ടുള്ള ഒരു പാറ്റേൺ ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം 120 നമുക്ക് ഇവിടെ 90 എത്തുമ്പോൾ 30 കുറഞ്ഞു, പിന്നെ ഇവിടുന്ന് കുറച്ചുകൂടെ കുറഞ്ഞു അല്ലേ, ഇവിടുന്ന് കുറഞ്ഞത് 18 ആണ്, പിന്നെ അവിടെ വീണ്ടും 12 കുറഞ്ഞു. അങ്ങനെ ഒരു പ്രത്യേക ഒരേ ഇതിലൊന്നുമല്ല, എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റുന്ന വിധത്തിലൊന്നുമല്ല, ഓരോരോ രീതിയിലാണ് അത് കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ ആൻസറിൽ 1ഉം 2ഉം മാത്രമേ പറയുന്നുള്ളൂ. 1ഉം 2ഉം പറയുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഇത് പിന്നെ നമ്മുടെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ളതുമാണ്. നിങ്ങളുടെ കുറച്ചൊരു മെമ്മറി പവറും ഒക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ അകത്തും നമ്മുടെ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. എന്നാലും നിങ്ങളുടെ മെമ്മറി പവർ ടെസ്റ്റ് ചെയ്യുന്നുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ 1ഉം ക്വസ്റ്റ്യൻ 2ൻ്റെയും ആൻസേഴ്സ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ഒക്കെ കാണും വരേക്കും ബൈ.